പടച്ച റബ്ബ് നമ്മൾക്ക് എത്രത്തോളം അനുഗ്രഹം ചെയ്തു തന്നല്ലേ. പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിൽ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം, മക്കയിലാണ് ഇറങ്ങുന്നത്. 52 ആയത്തുകളുണ്ട്. അതിൽ 7-ാമത്തെ ആയത്ത് ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്നത് പരാമർശനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരായത്താണ്. ഇതിൽ മനസ്സിലാക്കാനുള്ളത്, പടച്ചവന് എത്രത്തോളം നന്ദി നമ്മൾക്ക് കാണിക്കാൻ കഴിയുമോ നിങ്ങൾ മടിക്കാതെ കാണിക്കണം. എങ്കിൽ റബ്ബ് പറയുകയാണ് ലഅസീദന്നക്കും, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ അതൊക്കെയും എത്രത്തോളം ഞാൻ ഏറ്റിത്തരുമോ അത്രത്തോളം ചെയ്തു തരും. എത്ര സുന്ദരമായ വാക്കല്ലേ. ഇനി ഞാൻ പറയട്ടെ, ബുദ്ധി ഒരു അനുഗ്രഹം തന്നെയല്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ആർക്കുമില്ലല്ലേ? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, ബുദ്ധി വർദ്ധിക്കണോ എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശീലം എങ്ങനെയായിരിക്കണം. ഒന്നവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അനാവശ്യമാക്കപ്പെട്ടു പോയ സംസാരം. രണ്ടുപേർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത് എൻ്റെ സംസാരത്തിന് പ്രസക്തിയുണ്ടോ ചിന്തിക്കണം. പ്രസക്തിയില്ലേ എങ്കിൽ പോവുക. ബുദ്ധി വർദ്ധിക്കാൻ ഒരു കാരണമാണ്. രണ്ടാമത് അവിടുന്ന് വീണ്ടും പറയുകയാണ്, മിസ്വാക്ക് ചെയ്യുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച അവിടുത്തെ സുന്നത്തിൽപ്പെട്ടതും കൂടിയാണ്. നിങ്ങൾ മടിക്കാതെ ചെയ്യണം. മൂന്നാമത് അവിടുന്ന് പരിചയപ്പെടുത്തുന്നു, നല്ലതായ രീതിയിൽ അറിവിൻ്റെ ആഴക്കടലിലൂടെ കടക്കുന്നവരുണ്ടല്ലോ, അവരുടെ അരികിലൂടെ ഒരു സഹവാസം നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? നല്ല ബുദ്ധി ഉണ്ടാകും. പടച്ചവൻ പറഞ്ഞു ഇത് ചെയ്യരുത്, എനിക്ക് വേണ്ട. പടച്ചവൻ ചേർത്തു പിടിക്കാൻ പറഞ്ഞതിനെ നെഞ്ചോട് ചേർത്തു വെച്ചവർ, അങ്ങനെ ജീവിക്കുന്ന ആളുകളില്ലേ? അങ്ങനെയുള്ളവരോടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? നല്ല ബുദ്ധി ഉണ്ടാകും.